ഹായ് സദ്ഗുരുവേ ശരണം. എൻ്റെ കയ്യിലിരിക്കുന്നത് വിലക്കപ്പെട്ട അരിയാണ്. വിലക്കപ്പെട്ട അരി എന്ന് കേട്ടിട്ടുണ്ടോ? ഫൊബിഡൻ റൈസ്. ഫൊബിഡൻ റൈസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ബ്ലാക്ക് റൈസ് ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഫൊബിഡൻ റൈസ് എന്ന് പറയുന്നതെന്ന് നമുക്ക് പറയാം. ചൈനയിൽ പണ്ട് ഇത് രാജാക്കന്മാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. സാധാരണക്കാർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് ഇതിന് വിലക്കപ്പെട്ട അരി എന്ന് വന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും രാജാക്കന്മാർ മാത്രം ഇത് ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ അതിന് എന്തൊക്കെയോ ഭയങ്കര ഗുണങ്ങളില്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വരും. ഇതാ, ഇത് ബ്ലാക്ക് റൈസ് എന്നാണ് ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്നത്. 100% ബ്ലാക്ക് റൈസ്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇത് ഫൊബിഡൻ റൈസ് എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് എംബറേഴ്സ് റൈസ് എന്നും പറയും. അപ്പം എന്തുകൊണ്ടാണ് ഈ ഫൊബിഡൻ റൈസ് എന്ന് വന്നത്? അതായത് അപ്പം എന്തുകൊണ്ടായിരിക്കും ഫൊബിഡൻ റൈസ് എന്ന് പറയുന്നത്? അപ്പം എന്തോ ഒരു കാര്യമില്ലേ, വിലക്കപ്പെട്ട അരി എന്നാണ് പറയുന്നത്. അത് കൊള്ളില്ലാത്തതുകൊണ്ടല്ല, ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടാണ് അതിന് അങ്ങനെ പേര് വന്നത്. അപ്പോൾ ഇത് ആർക്കാണ് ഫൊബിഡൻ? സാധാരണക്കാർക്ക്. അപ്പോൾ ഇത് ആർക്കാണ് കഴിക്കാവുന്നത്? രാജാക്കന്മാർക്ക്. അപ്പോൾ ചൈനയിൽ റോയൽസിന് മാത്രം കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു അരി എന്ന് പറയുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ അരിയിൽ ഒരുപാട്, അതായത് ലോങ് ലൈഫ്, ദീർഘായുസ്സിനും ശരീരം യങ് ആയിട്ട് നിൽക്കുന്നതിനും ഒക്കെ പറ്റിയ ഒരുപാട് ഗുണങ്ങളുള്ള അരി എന്നാണ് ഇതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സാധാരണക്കാർക്ക് കഴിക്കാൻ പാടില്ല. അത് റോയൽസ്, എംബറേഴ്സിനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് എംബറേഴ്സ് റൈസ് എന്നും പേരുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ റെയറായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ വളരെ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും കൂടെ കഴിച്ചാൽ പറ്റുമോ? അപ്പോൾ അങ്ങനെയും ഇതിനൊരു ഫൊബിഡൻ റൈസ് എന്നുള്ള ഒരു പേര് വന്നു. അതിൽ പുരാതന ചൈനക്കാർ വിശ്വസിച്ചിരുന്നത് ഈ അരിക്ക് ഒരുപാട് ഹീലിംഗ് പവേഴ്സ് ഉണ്ട്. അതായത് ലൈഫ് എക്സ്റ്റെൻഡിങ് പവേഴ്സ്, ദീർഘായുസ്സിന് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ അരിയിലുണ്ടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ശരീരത്തിൻ്റെ വൈറ്റാലിറ്റി, നറിഷ്മെൻറ്റ്, ലോങ് ലൈഫ്, ഇതിനെല്ലാം ഈ അരി നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ഡാർക്ക് ബ്ലാക്ക് കളറാണ്. പിന്നെ ചിലത് പേർപ്പിൾ കളർ വരും. അപ്പോൾ ഇങ്ങനെ ഒരു കളർ ഉള്ളത് കൊണ്ടും ഇതിനൊരു ഭയങ്കര ഒരു റെയറിറ്റി ഉണ്ടായി. അപ്പോൾ ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എലീറ്റ് സ്റ്റാറ്റസ് ആണ്. അതായത് വലിയൊരു ഹൈ ക്ലാസ്സുകാരാണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലും കൂടെയായി ഈ ബ്ലാക്ക് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കടയിൽ ചെന്നപ്പോൾ ബ്ലാക്ക് റൈസ് എന്ന് കണ്ടു. അപ്പോൾ പിന്നെ ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ആ ഒരു വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് ഇത് നമുക്ക് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് നോക്കണ്ടേ? പിന്നെ ഇതിൻ്റെ പ്രൈസും പറയാം. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. വില എത്രയാണെന്നറിയോ? 500 ഗ്രാമാണിത്. 500 ഗ്രാമിന് 160 രൂപയാണ്. 500 ഗ്രാമിന് 160 രൂപ. അപ്പോൾ 1 കിലോയ്ക്ക് എത്രയായി? 320 രൂപയാണ് 1 കിലോ. ഇതിൽ സൂപ്പർ ഫുഡ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് റൈസ് സൂപ്പർ ഫുഡ്. ഇത് മുൻപ് യൂസ് ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ, ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർ. ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ കേൾക്കുന്നത്? വേണ്ടോ? എല്ലാവരും കറുത്തിരിക്കുന്നല്ലേ, ഉമിക്കരി പോലെയുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലാക്ക് റൈസ് കണ്ടോ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് കഞ്ഞി വെച്ച് കുടിച്ച് നോക്കാം, എന്നിട്ട് ഞാൻ ടേസ്റ്റ് പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഗുണങ്ങളൊന്ന് നോക്കാം. ഇത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറ എന്നാണ് ബ്ലാക്ക് റൈസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഈ കറുത്ത നിറം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നറിയോ? ഇതിനകത്തുള്ള ഒരു കാര്യമാണ് ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിലുള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും കറുപ്പ് നിറം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നറിയോ? നമ്മുടെ ബോഡിയിലെ കോശങ്ങളുണ്ടല്ലോ, ഇതിലെല്ലാം ഇങ്ങനെ വേസ്റ്റൊക്കെ അടിഞ്ഞുകൂടി ഇതിങ്ങനെ പഴകി ദ്രവിച്ച് പോകാതിരിക്കാൻ, അങ്ങനെ ജസ്റ്റ് വിചാരിക്കുക. പിന്നെ ഈ ബ്ലാക്ക് റൈസ് ഉണ്ടല്ലോ, പ്രമേഹ നിയന്ത്രണത്തിന് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. അതായത് പെട്ടെന്ന് ഷുഗർ കൂടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇതൊരു നല്ല ഭക്ഷണമാണ്. അപ്പോൾ ബ്ലാക്ക് റൈസ് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. ബ്ലാക്ക് റൈസ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്തോസയാനിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ടല്ലോ, അത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹാർട്ട് ഹെൽത്തിന് ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ബ്ലാക്ക് റൈസിനെ കുറിച്ച് പറഞ്ഞ് കർക്കിടക കഞ്ഞി കുടിക്കുന്ന ഞാൻ
അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ബ്ലാക്ക് റൈസ് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അതിൽ ഒരുപാട് ഫൈബർ ഉണ്ട്, പിന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അപ്പം അത്രയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വയറ് നിറഞ്ഞ ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. പെട്ടെന്ന് വിശക്കില്ല, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റക്കായിട്ട് നിൽക്കുവാണ് കേട്ടോ. അതാണിപ്പോൾ ഞാൻ വെയിറ്റ് ലോസിനെ കുറിച്ച് മിണ്ടാത്തത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ വീണ്ടും അതിൻ്റെ ഒരു താളം അങ്ങ് പോയി. പിന്നെ ആ വെയിറ്റ് ലോസിൻ്റെ കാലറി പരിപാടികളൊക്കെ അങ്ങ് പോയി. പിന്നെ ഇന്നാളെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ മധുരമൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ആ ഒരു മോഡിൽ നിന്ന് ഞാനങ്ങ് മാറിപ്പോയി. പക്ഷെ കൂടിയിട്ടില്ല, ആ ഒരു സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് കുറച്ചിട്ടേ ഇനി ഞാൻ വെയിറ്റ് ലോസിനെ കുറിച്ച് മിണ്ടുന്നുള്ളൂ. അപ്പോൾ കുറഞ്ഞു കഴിയുകയാണെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയെ സംരക്ഷിക്കും. അതുകൊണ്ട് ഈ ഡിജിറ്റൽ പ്രകാശത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ ഈ ഒരു റൈസിലെ ചില ഘടകങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഇത് ദഹനശേഷി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. ഇതിൽ ഒരുപാട് നാരുകൾ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനും നമുക്ക് കോൺസ്റ്റിപ്പേഷനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ടൊക്കെ പറ്റും. അതുപോലെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇപ്പോൾ എല്ലാവരും ഈ ഗ്ലൂട്ടൻ ഫ്രീ സംഭവങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമാണല്ലോ. ഇനി ബ്ലാക്ക് റൈസ് വരട്ടെ. രാജാക്കന്മാരല്ലേ ഉപയോഗിച്ചത്, അതുകൊണ്ട് ഞാൻ രാജാവിനെ പോലെ പറയാം. ബ്ലാക്ക് റൈസ് പോരട്ടെ. ഞാൻ പിള്ളേരെ ഏൽപ്പിച്ചേക്കാം അത് ഒന്ന് വേവിച്ച് തരാൻ പറയാം വീഡിയോ എടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്ലാക്ക് റൈസ് എത്തിയിരിക്കുന്നു. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് വൈസ് ഒന്നും നോക്കണ്ട, ടേസ്റ്റൊന്നും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. എന്നാൽ ഭയങ്കര വൃത്തികെട്ട ടേസ്റ്റും അല്ല, ഒരു ടേസ്റ്റ്ലെസ് ഒരു സംഭവം. അപ്പോൾ അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു നല്ല മരുന്നാണല്ലോ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഒരു കുറച്ച് കുടിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരുവേ ശരണം.